യൂബിസോഫ്റ്റ് ആണെങ്കിൽ ഫാർ ക്രൈ സീരീസിലുള്ള ഒരു പുതിയ ഗെയിം സീക്രട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. ആ സീക്രട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫാർ ക്രൈയുടെ ഗെയിമിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രോജക്ട് ബ്ലാക്ക് ബേർഡ് എന്നാണ്. ഈ ഒരു ഗെയിമിൽ സത്യത്തിൽ വില്ലനായിട്ട് വരാനുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലിയൻ മോഫി എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരൻ ആരാണെന്ന് നിങ്ങളും ആലോചിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന സീരീസിൽ ഉള്ള കഥാനായകൻ, അതായത് തോമസ് ഷെൽബി, പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ഗെയിമിലുള്ള വില്ലൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ഗെയിമിന്റെ ടൈറ്റിൽ, അതായത് ഫാർ ക്രൈ സീരീസിന്റെ പുതിയ ഗെയിമായിട്ട് വരാൻ പോകുന്ന ഗെയിമിന്റെ ടൈറ്റിൽ തീരുമാനിച്ചിരിക്കുന്നത് ഫാർ ക്രൈ റൈസ് എന്നാണ്. ചേട്ടാ കുറച്ച് ചോറിട്ടെ. ഈ ഒരു പുതിയ ഗെയിം ആണെങ്കിൽ നല്ലൊരു വലിയൊരു മാപ്പും കുറേയധികം ഫീച്ചേഴ്സും കൊണ്ടുവരുന്ന ഒരു ഗെയിം ആണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ചെറിയൊരു ഗെയിമാണ്. ഈ ഗെയിമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് വെച്ചാണ് നടക്കുന്നത്. അത് കോസ്റ്റ് ഓഫ് ചൈനയാണ്. അപ്പൊ എന്തായാലും ബീച്ച് സൈഡൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ ബീച്ച് ഏരിയസ് ആയിരിക്കും കൂടുതൽ മാക്സിമം ഈ ഗെയിമിൽ കാണാനുള്ള സാധ്യത ഉള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഈ ഗെയിമിന്റെ കഥ, ഒരു കൾട്ടിലുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ ഫാമിലി മെമ്പേഴ്സിനെ ഓരോരുത്തരായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് കഥ. നമ്മൾ ഈ ഒരു ഫാമിലിയിലുള്ള ഒരു പയ്യനായിട്ടായിരിക്കും കളിക്കുന്ന. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇൻ ഗെയിം ടൈം 24 മണിക്കൂറിനകത്ത് കണ്ടുപിടിക്കുന്നതായിട്ടാണ് സ്റ്റോറി പോകുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എത്ര പേരെയാണോ രക്ഷിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ കഥ നീങ്ങുന്നത്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് നമ്മുടെ സ്റ്റോറി ലൈനിനും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ അച്ഛനോ അമ്മേനെയൊക്കെ രക്ഷിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അവരൊക്കെ അതിൽ നിന്ന് മരിക്കും. പുതിയൊരു ബിഗിനിങ് ആയിട്ടായിരിക്കും സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പൊ 24 മണിക്കൂറിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ രക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് നമ്മുടെ സ്റ്റോറി ലൈനിലും ചേഞ്ച് വരും. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫാർ ക്രൈയിൽ ഒരു പുതിയ സാധനമൊന്നുമല്ല. നമ്മുടെ എൻഡിങ് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് ഫാർ ക്രൈ 3-ലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. അത് മാത്രമല്ല സ്റ്റോറി തന്നെ നമ്മൾ ഫാർ ക്രൈ 3-ന് സിമിലർ ആയിട്ടാണ് വന്നത്. അത് നമ്മൾ വെക്കേഷന് ഒരു ഐലൻഡിൽ വരുന്നു, നമ്മൾ ഒരു ടെററിസ്റ്റ് ഗ്യാങ്ങിന്റെ അടുത്ത് പെട്ടുപോകുന്നു. അവരിന്ന് കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ അവസാനം നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നാണ് കഥ പോകുന്നത്. അതേപോലത്തെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു പുതിയ ഫാർ ക്രൈയിലും വരാൻ പോകുന്നത്. യൂബിസോഫ്റ്റ് ആണെങ്കിൽ സീക്രട്ട് ആയിട്ട് ഒരു ഫാർ ക്രൈ ഓൺലൈൻ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഗെയിമിന്റെ വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയുന്നത് മാർവിക് ആണ്. നല്ല പേര്. പിന്നെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് പ്ലേയേഴ്സിനെയൊക്കെ അർമാദിക്കാനുള്ള ഒരു ഗെയിമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതൊരു ഓപ്പൺ വേൾഡ് എക്സ്ട്രാക്ഷൻ ഷൂട്ടർ ഗെയിമാണ്. അതായത് ഓപ്പൺ വേൾഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഈ പബ്ജി, കാൾ ഓഫ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഉണ്ടല്ലോ, അപ്പൊ അതേപോലത്തെ ഒരു ഗെയിമായിട്ട് ഇതൊരു ഫാർ ക്രൈ 7ന്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് ഈ ഒരു ഗെയിം വരും. ഫാർ ക്രൈ 7 ഏത് സ്ഥലത്താണോ നടക്കുന്നത് ആ ഒരു സ്ഥലത്തിൽ നിന്നായിരിക്കും ഈ ഒരു ഗെയിം വരാൻ പോകുന്നത്. എന്തായാലും യൂബിസോഫ്റ്റ് അല്ലേ, ഗെയിമിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ഈ ഗെയിം എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണ്, അതായത് കോമ്പറ്റബിലിറ്റി ആണ്, ബഗ്സും കാര്യങ്ങളും ഉണ്ടോ എന്ന് യൂബിസോഫ്റ്റ് അല്ലേ. എന്തായാലും ക്വാളിറ്റിക്കൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനിയാണ്. പിന്നെ ഇതൊരു PvP ഗെയിമാണ്. പ്ലെയർ വേഴ്സസ് പ്ലെയർ ആയിരിക്കും. ഒരു ടീം അപ്പുറത്തിരിക്കും, വേറൊരു ടീം ഇപ്പുറത്ത്. അത് മാത്രമല്ല ഈ ഗെയിം എന്ന് പറയുന്നത് കളിക്കാൻ ഭയങ്കര പാടാണ്. ഇതൊരു സർവൈവൽ മോഡ് ഗെയിമാണ്. മിക്കവാറും പബ്ജിയുടെ, കാൾ ഓഫ് ഡ്യൂട്ടിയുടെ കോൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും ഏകദേശം ഇട്ട് അരച്ച് കലക്കി തരണം. ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും മാക്സിമം ഇവരിതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ അതായിരിക്കും ബെസ്റ്റ്. എങ്ങനെങ്കിലും ഗെയിം ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഫുൾ മിൽക്കിംഗ് ആണ്. പാല് കുടിക്കും മക്കളെ. എന്തായാലും അസാസിൻസ് ക്രീഡ് ഷാഡോ ഒക്കെ ഇറക്കിയിട്ട് ഇരിക്കുന്നതല്ലേ. ഗെയിം എന്തായാലും വരാൻ നല്ല രീതിയിൽ ടൈം എടുക്കും. ഫാർ ക്രൈ 7 ഡെവലപ്പേഴ്സിന് ഡെവലപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ പാടാണ്. അതുകൊണ്ട് ഗെയിമിന്റെ റിലീസ് ഡേറ്റ് ആണെങ്കിൽ 2026 ഡിലേ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സാക്ട് ഡേറ്റ് എന്ന് പറയുന്നത് 2027 അല്ലെങ്കിൽ 2028 വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. മാക്സിമം ഈ 2 ഇയേഴ്സിനകത്തായിരിക്കും ഈ ഗെയിം റിലീസ് ആകാൻ പോകുന്നത്. അപ്പൊ അത്രയും ടൈം എടുത്തിട്ടായിരിക്കും ഈ ഗെയിം വരുന്നത്. അപ്പൊ അത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.